ആക്ട്രസ് അല്ലേ, പല വികാരങ്ങളും പല എക്സ്പ്രഷനും കാണിക്കുന്നതാണല്ലോ ആക്ട്രസ്. ഇവ കരഞ്ഞതല്ല, കരച്ചിലൊക്കെ സച്ചിനങ്ങ് നീക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം അടുത്ത കോൺട്രവേഴ്സി, അടുത്ത വീഡിയോ വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട് ദിയാസന വന്നിട്ടുണ്ടല്ലോ. ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയയുടെ പേരിൽ ഞാനും അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ റിജക്റ്റ് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദിയാസനയ്ക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ദിയയുടെ കയ്യിലില്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിലുണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായേ. കാരണം ഫിറോസ് ഖാൻ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ട് ഇറക്കുന്നു, എൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം. അത് തികച്ചും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണെന്ന് ഞാനത് തുറന്നു പറഞ്ഞു. ഞാനത് എൻ്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഇട്ടുകൊടുത്ത സാധനമാണ് പുറത്ത് വന്നത്. ഇപ്പം റസൂലക്ക അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. ആദ്യത്തെ ആ വോയിസ് റെക്കോർഡിന് അത്രയൊന്നും ഇല്ലതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അത്രയും അഗ്ലി സംസാരങ്ങൾ വരെ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡ് ഇറങ്ങിയത്. അപ്പം ആ ദേഷ്യത്തിൽ ഇക്ക് പറഞ്ഞ കുറേ മാറ്റർ, ഇത് കുറേ പഴയതാട്ടോ. ആ സമയത്ത് എൻ്റെ വോയിസ് റെക്കോർഡ് ഇറങ്ങിയ സമയത്തുള്ള സാധനം തന്നെയത്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, റസൂൽ പൂക്കുട്ടി ഇപ്പോൾ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡല്ല. അദ്ദേഹം വന്നൊരു ലൈവോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ വന്ന് ചെയ്യട്ടെ ഇപ്പം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ കുറേ പേഴ്സണലായിട്ട് പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വേറെ രീതി ചിന്തിക്കേണ്ട. ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന ഫോട്ടോസ് ലീക്കായിട്ടുണ്ടല്ലോ, അത് പിന്നെ ഞങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ കുറേ തെളിവുകൾ, ഇതെല്ലാം ഇവളുമാരുടെ കയ്യിലുണ്ട്. ദിയാസന, ആൻമരിയ, പിന്നെ വീണ നായർ ഇതുപോലെ എന്നെ ഓരോ ദിവസം വിളിച്ചിട്ട് തന്നെ ഇതെൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ വീണ നായർ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫിറോസ് ഖാൻ, ഓഫ്കോഴ്സ് ഫിറോസ് ഖാൻ്റെ കയ്യിൽ, പിന്നെ ഒരു മീഡിയക്കാരൻ പയ്യൻ്റെ കയ്യിൽ. ഞാൻ അവനിപ്പോൾ പിടിച്ചിരുന്നില്ല, സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാം ഞാൻ വെളിയെടുത്തു. അങ്ങനെ ഞങ്ങളിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഞങ്ങൾക്ക് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പം ഈ വോയിസ് റെക്കോർഡ് ഇറങ്ങിയത് വീണ്ടും ഞാൻ പറയുന്നു, ഇനിയും ദിയയുടെ കയ്യിൽ പലതും ഉണ്ട്. അതായത് ഈ വോയിസ് റെക്കോർഡ് എന്നെ കേൾപ്പിച്ചപ്പോൾ ഉള്ള ട്രിഗറിലാണ് ഞാൻ ഇക്കാലത്ത് നടന്ന ആർഗ്യുമെൻറ്റ്, ഞങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ആദ്യം കേട്ട വോയിസ് റെക്കോർഡ്. മനസ്സിലായല്ലോ? അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കളിച്ച് ഇത് മൊത്തം റെക്കോർഡ് ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് അല്ലേ ഇവർ? അതായത് നെക്സ്റ്റ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെ ഇതിനകത്ത് ആക്കണമെങ്കിൽ ഇവർക്ക് ഞങ്ങളുടെ തക്കതായ വാശിയുണ്ടല്ലോ, ദേഷ്യമുണ്ടല്ലോ. അതിനുള്ള കാരണമാണ് ഞാൻ വീണ്ടും പറയുന്നത്. അവരടുത്തൊന്നും അല്ല, എൻ്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തർക്കിച്ചതും എൻ്റെ വീട്ടിൽ അതൊന്നും വന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇല്ലീഗൽ സാധനങ്ങളെല്ലാം പറഞ്ഞ എൻ്റെ ദിയയ്ക്കുള്ള കേന്തി ദിയാണ് ഇവരെല്ലാം ഇളക്കി ഇതുണ്ടാക്കി കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം വേറൊന്നുമല്ല, ഇത് അത് നേരത്തെ പറഞ്ഞതിലപ്പുറം ഒന്നും എനിക്കിത് ഈ വീഡിയോയ്ക്ക് അത് എക്സ്പ്ലനേഷൻ പറയാനേ ഇല്ല. പിന്നെ ദിയ, നീ ഇനി പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMൻ്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു ദിയ, നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്റ്റ് മാറ്റണ്ട. നീ ഇപ്പോൾ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെയോ വീഡിയോ ഞാനൊന്നും കാണാനില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു അവൾ വരാം, ചെക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. എൻ്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ, നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു സാര്യം ചോദിച്ചത്, അത് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. അത് ഇതിപ്പം നാട്ടുകാരെ കേൾപ്പിക്കാനോ നിങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കാനല്ല, ദിയയ്ക്ക് മനസ്സിലാക്കാൻ ഞാൻ അതുവരെ ഇവിടെ അറിയുന്നുണ്ട്. അപ്പം ദിയയുടെ വ്യക്തമായിട്ട് പറയുക, ദിയാസന 3 മാസം മുന്നേ അല്ല, ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും ഡോക്ടറിനെ വിളിച്ച് നോക്കുമ്പോൾ ഈ ഡേറ്റ് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. എൻ്റെ മോളെ ഒരു 3-4 വർഷം എൻ്റെ അറിവിൽ ഞാൻ ചോദിച്ചത് 3-5 വർഷം 6 വർഷം എത്ര വർഷം ഇത് കാണും, ഹെയറിൽ ഇത് ചെക്ക് ചെയ്താൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പം ഈ സാധനം ഉള്ളിൽ നിന്ന് പോകത്തില്ല മോളെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നീ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് എവിടെയാണ് വരേണ്ടത്? സജിന ചേച്ചിയും വരാം, സജിന ചേച്ചിയുടെ ബ്ലഡും ടെസ്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹെയർ എടുത്ത് ചെക്ക് ചെയ്യണ്ടേ? അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി വീണ്ടും ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ
മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. നീ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നിന്റെ കൂടെ നിന്ന ആ പയ്യനും നീയും കൂടെയാണ് ചെയ്തത്. ആ പയ്യനെ ഞാൻ വിളിച്ചിരുന്നില്ല അതിനകത്ത്. പിന്നെ ബിഗ് ബോസ് താരങ്ങൾ 2 പേര് അവരും ഇത് സാക്ഷിയാണ്. അവരെയും നിർബന്ധിച്ചതാണ് നീ. എൻ്റെ മക്കൾ സത്യം അവർ കഴിച്ചിട്ടില്ല, അവരും ചെയ്തിട്ടില്ല ഇത്. പക്ഷേ ഇവള് നിർബന്ധിച്ചപ്പം അവരത് പറഞ്ഞു, എല്ലാം ഞങ്ങളിതെല്ലാം നിർത്തിയിട്ട് കുറേ കാലമായെന്ന് അവർ പറഞ്ഞത്. അപ്പം ദിയാസന ഇത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടല്ലോ ഇവൾ ഇത്ര വലിയ കള്ളിയാണെന്നുള്ളത്. പിന്നെ നീ പറഞ്ഞത് നീ ആണെങ്കിൽ നീ ഈ സാധനത്ത് നീ ചെയ്തില്ലെങ്കിൽ നീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിട്ട് ഞാൻ ഇപ്പം ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാ ടെസ്റ്റ് ചെയ്ത് കാണിക്കും മോളെ. നീ ആരാണെന്ന് തെളിയിക്കും മോളെ. ലോകം നിന്നെ ഒരുത്തെ പിടിച്ചാൽ എത്ര പേരിനകത്ത് തൂങ്ങുന്നറിയോ? അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേര് കാണും. സർ എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുക, ഇവളുടെ കോൾ റെക്കോർഡും അവളെ കോൾ ലിസ്റ്റും എടുക്കണം. അതിലെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മാഫിയകളെല്ലാം വെളി വരും. കാരണം ഇവള് കോൾ വിളിക്കുന്നതും ഇവള് കച്ചവടം ചെയ്യുന്ന എല്ലാത്തിൻ്റെ ആൾക്കാരുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഇവളെ കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഫോളോ ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് അതും ഈ പറയുന്ന നിയമ നടപടികൾ എടുക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സജന വീണ്ടും വരുന്നതായിരിക്കും, അടുത്ത വോയിസ് കേൾക്കാനും. ഓക്കെ, ബൈ ബൈ.